എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. റോമാലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം: സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവേൻ. റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ് ആൻഡ് വീപ് വിത്ത് ദോസ് ഹു വീപ്. സുഖവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെ ജീവിതത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. സുഖത്തിലും ദുഃഖത്തിലും വിട്ടുപിരിയാതെ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. ചില സഭാവിഭാഗങ്ങളുടെ വിവാഹ നിശ്ചയ വേളയിൽ സുഖത്തിലും ദുഃഖത്തിലും വിട്ടുപിരിയാതെ കൂടെയിരിക്കും എന്ന് ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നു. പ്രതിജ്ഞയേക്കാൾ ഉപരി ഹൃദയത്തിന്റെ ഉള്ളിൽ ആ വികാരം വളർന്നു നിൽക്കുമ്പോഴാണ് സ്നേഹബന്ധങ്ങൾ ശക്തമാകുന്നത്. ഇയ്യോബിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടം മൂർച്ഛിക്കുമ്പോൾ അദ്ദേഹത്തെ ഇട്ടേച്ചു പോകുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം: നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിച്ചു കളക എന്നാണ് അവൾ ഇയ്യോബിനോട് പറഞ്ഞത്. അതിന് മറുപടിയായി ഇയ്യോബ് പറയുന്ന ഭാഗം കേട്ടാൽ അവളുടെ വാക്കുകൾ അവനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്താണ് സംസാരിക്കുന്നത്? നാം ദൈവത്തിന്റെ കൈകളിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ? നോക്കുക ഇയ്യോബിന്റെ വേദന. വേദനിപ്പിക്കുന്നവരെ കൂടുതൽ വേദനിപ്പിക്കാതെ ആശ്വസിപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. എന്നാൽ നാം രൂത്തിലേക്ക് നോക്കുക. രൂത്ത് തന്റെ അമ്മാവിയമ്മയായ നവോമിയുടെ ഭർത്താവ് മരിച്ച് ഏകാഗിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്ന വേളയിൽ വിട്ടുമാറാതെ പറ്റി നിന്ന സംഭവം വേദപുസ്തകം നമുക്ക് നൽകുന്ന മാതൃകയാണല്ലോ. രൂത്ത് പറയുന്നു: നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എത്ര ആശ്വാസമാണ് ഈ വാക്യത്തിൽ നിന്ന് നൽകുന്നതെന്ന് നോക്കുക. അപ്രകാരം പ്രതിസന്ധിയിൽ അമ്മാവിമ്മയോട് ചേർന്ന് നിന്ന രൂത്ത് കർത്താവിന്റെ വംശാവലി പട്ടികയിൽ ഇടം നേടിയത് സ്മരണീയ സംഭവമാണ്. സന്തോഷവേളകൾ നമ്മോടൊപ്പം സന്തോഷിക്കുവാനും സല്ലപിക്കുവാനും ധാരാളം പേരുണ്ടാവും. എന്നാൽ നമ്മുടെ ദുഃഖവേളകൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ സ്നേഹിതർ വിട്ടുപോവുകയും നാം ഏകാഗിയായി മാറുകയും ചെയ്യുന്ന സമയമാണ് അത്. ഈ ഘട്ടത്തിൽ വിട്ടുപിരിയാതെ ഒരാൾക്ക് തണൽ നൽകുവാനും ആശ്വാസം നൽകുവാനും കൂടെയിരിക്കുവാനുമുള്ള മനോഭാവമാണ് ക്രിസ്തീയ മനോഭാവം. ഇതായിരിക്കണം ഒരു ക്രിസ്ത്യാനിയെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കേണ്ട സവിശേഷത. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം മുഴുവൻ ക്രിസ്തീയ ജീവിതത്തിന്റെ സാമൂഹിക വശവും അതിന്റെ പ്രായോഗികതയുമാണ് പ്രതിപാദിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിലും വേദനയിലും നിരാശയുണ്ടാകുന്ന അവസരത്തിലും ഒരാളോടൊപ്പം കൂടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. എങ്ങനെ നമുക്ക് ഒരാളിനെ സ്വാതന്ത്ര്യപ്പിക്കാൻ സാധിക്കും? 3 നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കട്ടെ. ഒന്നാമത്, ഒരിക്കലും കുറ്റപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ചെറിയ വിഷയങ്ങളിൽ പോലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ചിലരുടെ പ്രകൃതമാണ്. കുറ്റപ്പെടുത്തൽ പലപ്പോഴും കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതിന് തുല്യമാണ് എന്നവർ അറിയുന്നതുമില്ല. ആകയാൽ മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കാതെ പ്രോത്സാഹനത്തിലൂടെ സ്വാതന്ത്ര്യപ്പിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടാതെ നമ്മെ കൈപിടിച്ച് നടത്തുന്ന വലിയവനായ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ അനുഭവ പാഠങ്ങൾ ദുഃഖിച്ചിരിക്കുന്നവരുമായി പങ്കുവച്ചാൽ അതവർക്ക് വലിയ ആശ്വാസമായിരിക്കും. 3, പ്രതിസന്ധികളും ദുഃഖങ്ങളും നമ്മെ തേജസ്സിന്റെ മഹത്വത്തിലേക്ക് നയിക്കുന്ന പരീക്ഷണങ്ങളാണെന്ന പ്രത്യാശ അവർക്ക് നൽകണം. ഏത് പ്രതിസന്ധിയും ദൈവത്തിൽ ആശ്രയിച്ച് ആത്മസംയമനത്തോടെ നേരിടുന്നവർക്ക് പ്രതിസന്ധികൾ കഴിയുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മുമ്പുണ്ടായിരുന്നതിന്റെ ഇരട്ടിയാണ് എന്നാണല്ലോ ഇയ്യോബിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. ആശ്വാസം ആവശ്യമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നത് ഒരു വലിയ ദൈവിക അനുഗ്രഹമാണ്. ആയതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്മ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.